സംസ്ഥാനത്ത് വീണ്ടും നിപ വൈറസ് ബാധയെന്ന് സംശയം. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 15 വയസ്സുകാരൻ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിപ പ്രോട്ടോകോൾ തുടങ്ങാൻ നിർദ്ദേശം നൽകിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്താൻ മലപ്പുറത്തേക്ക് തിരിച്ചു. മസ്തിഷ്ക ജ്വരത്തെ തുടർന്നാണ് മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 15 വയസ്സുകാരനെ ആദ്യം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ നിപ്പ എന്ന സംശയത്തെ തുടർന്ന് സ്രവം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. ഇന്ന് രാത്രിയോടെ പരിശോധനാ ഫലം വരുമെന്ന പ്രതീക്ഷയിലാണ് ആരോഗ്യവകുപ്പ്. 15കാരനൊപ്പം ഉണ്ടായിരുന്ന ബന്ധുക്കളായ 3 പേരെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് കാര്യമായ രോഗലക്ഷണങ്ങൾ ഇല്ല എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. സാമ്പിൾ NIV പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടുകൂടി സാമ്പിൾ റിസൾട്ട് വരുന്നതോടുകൂടിയേ നമുക്ക് രോഗം സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഇതിന് പ്രിക്കോഷൻസ് നടപടികൾ, കോൺടാക്ട് ട്രേസിംഗും മറ്റ് നടപടികൾ സ്വീകരിച്ചു വരുന്നു. നിപ സംശയത്തെ തുടർന്ന് ഇന്നലെ തന്നെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. പരിശോധനാ ഫലം വന്നതിന് ശേഷം രോഗബാധ എന്ന സ്ഥിരീകരണം ഉണ്ടായാൽ നിപ്പയുടെ പ്രഭവ കേന്ദ്രം കണ്ടെത്താനുള്ള ശ്രമം ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മലപ്പുറം കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി പങ്കെടുത്തു. രോഗബാധ സംശയിക്കുന്ന 15കാരന്റെ റൂട്ട് മാപ്പടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. ആശങ്ക വേണ്ട, പക്ഷേ ജാഗ്രത തുടരണമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.